എക്സ്കവേറ്റർ ഒക്കെ ഓടിക്കുന്ന ചേട്ടനല്ലേ? എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു സാധനം കിടപ്പുണ്ട്, അതിനൊന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് തരാൻ പറ്റുമോ? ഇത് ചെറിയൊരു വർക്ക്, ഒരു തവണ ഒന്ന് പൊക്കണം താഴ്ത്തണം. എത്ര രൂപയാവും? ഈ കിടക്കുന്ന സാധനത്തിന് അത്രയും വിലയൊന്നും വരൂല. അപ്പൊ ചേട്ടാ അവിടെ നിന്ന് പുറപ്പെടുമ്പോഴേ സമയം കൂട്ടുവോ? വന്നു കഴിഞ്ഞാൽ ശേഷം ഒരു 15 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. ഒന്ന് പൊക്കണം, ഒന്ന് താഴ്ത്തണം. കുഴപ്പമില്ല ചേട്ടാ, 1000 രൂപയ്ക്കൊക്കെ ഉണ്ട്. സംഭവം എന്റെ ഭർത്താവ് അടിച്ച് ഫിറ്റ് ആയി കിടപ്പുണ്ട്. ഒന്ന് മതിലിന്റെ ഇപ്പുറത്തോട്ട് എടുത്തിട്ട് തരുമോ? ഓ ചേട്ടാ, ചെറിയൊരു പീസ്. കയ്യാലപ്പുറത്തുനിന്ന് വീണത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എത്തി നോക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ കിടക്കണത് എനിക്കെന്തോന്നു ബുദ്ധിമുട്ട്? അല്ല, പിള്ളേര് കണ്ടാ പേടിച്ചു പോയി. ആ കോലത്തിലാണ് കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അസിസ്റ്റന്റിന് വല്ലതും വേണോ? അസിസ്റ്റന്റിന് വല്ലതും വേണോ? വണ്ടി തിരിച്ചു വരുന്ന വഴിക്ക് എന്നും ഇങ്ങനെ എനിക്ക് പൊക്കി താഴെ ഇടുകയും വേണം. ബാക്കി സമയം ചേട്ടൻ്റെ കൂടെ വർക്കും ചെയ്യാം എനിക്ക്. ഓരോടുത്ത് ഇപ്പുറത്ത് വയ്ക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എങ്ങനെയെങ്കിലും മക്കൾക്ക് ഞാൻ പറയണ ഒന്നും മനസ്സിലാവണ്ട. ഞാൻ എന്റെ മോളെ കൊടുക്കാം. ഹലോ ഹലോ അങ്കിളെ, ഇവിടെ എന്റെ അച്ഛൻ കിടന്ന് ഇഴയാണ് ഇവിടെ. 5000 രൂപ? അയ്യോ, ഇതിനെ ചുരുട്ടിക്കൂട്ടി വിറ്റാ കിട്ടൂല 5000 രൂപ. ഇത് നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് പ്രാങ്ക് സ്റ്റാറിലൊക്കെ വിളിച്ചത് RJ അഞ്ജലിയും നിരഞ്ജനയുമാണ് കേട്ടോ. ആ